നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല കഞ്ഞിയും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാക്കുന്നത് കഞ്ഞിയും ഗ്രീൻ പീസ് കറിയുമാണ് അല്ലേ? അതെ അതെ. എന്നിട്ട് സ്കിപ്പ് എല്ലാവരും എന്നാണ് പോലീസ് അങ്കിൾമാർക്കാ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ എന്തൊക്കെ ചെയ്യണം? ബെല്ലടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ഒക്കെ ചെയ്യണം. ഇതെല്ലാരും നോക്കി കണ്ടു പഠിക്കണം അല്ലേ? ഇതെല്ലാരും നോക്കി കണ്ടുപിടിക്കണം. എല്ലാവർക്കും ഊഷ്മളമായൊരു ദീപാവലി ആശംസിക്കുന്നു. നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിൽ മോൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഞ്ഞിയും പോലീസ് ക്യാമ്പിലെ കഞ്ഞിയും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് നമ്മൾ അവിടെ ഈ കഞ്ഞിയും കടലക്കറിയും പോലെ തന്നെ മറ്റൊരു വിഭവമാണ് കഞ്ഞിയും ഗ്രീൻ പീസ് കറി. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ 1 കിലോ ഗ്രീൻ പീസിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 1 കിലോ ഗ്രീൻ പീസ് നമ്മൾ കടല ഇടുന്നത് പോലെ തന്നെ അതിനും വേവുള്ളതാണ്. എന്നാൽ കടലയുടെ അത്രയും തൊലിക്കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഒറ്റയടിക്ക് കുക്കറിൽ 1 or 2 അടിച്ച് നിർത്തിയാൽ മതി. അതാദ്യം നമ്മൾ കുതിർത്ത് വെക്കണം. അതായത് ഇന്ന് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. ഇന്നലെ രാത്രിയിലാണ് നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഗ്രീൻ പീസ് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 വലിയ സവോളയും ഒരു 10 പച്ചമുളകും, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ട് നമ്മളത് അടുപ്പത്തോട്ട് വെക്കാൻ പോവുകയാണ്. സ്റ്റൗ കത്തിച്ച് ആദ്യം നമ്മൾ കുക്കറിലോട്ട് ഇത് വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് ഈ കുക്കറിൽ ഗ്രീൻ പീസ് ഇട്ടു. അതിലേക്ക് എന്തൊക്കെ ചേർക്കണം? മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരൽപ്പം അതിൻ്റെ ഏകദേശം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ സവോള ഇട്ടു. 10 പച്ചമുളക് ഇട്ടു. നീളത്തിൽ കൂടെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് നികക്കെ വെള്ളം ഒഴിക്കണം. ഇത് നികക്കെ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെള്ളം വേണ്ട. നമുക്കിത് പറ്റിച്ചെടുക്കേണ്ടതാണ്. ഈ വെള്ളം ഊറ്റുന്നൊന്നുമല്ല ഇത്. ഇനി സ്റ്റൗ കത്തിക്കാൻ പോവാണ്. ഇതേ നമ്മൾ ഇനി കുക്കറ് സ്റ്റൗവ് എന്താണ് സ്റ്റൗ കത്തിച്ചു. അത് കുക്കറിൻ്റെ അകത്തേക്ക് 1 കിലോ കുതിർത്ത ഗ്രീൻ പീസ്, ഒരു 10 പച്ചമുളക്, ഒരു 3 വലിയ സവോള, അതിൽ അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഈ കുക്കറിൽ 1-2 അടി അടിക്കട്ടെ കേട്ടോ. നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ കഞ്ഞി ഗ്രീൻ പീസിൻ്റെ സാധനം എന്തൊക്കെ മോനെ? ഇവിടം തൊട്ടാ പറയുന്നത്. നിങ്ങളൊക്കെ ഒരു വലിയ ഒരു മുറി തേങ്ങ കൊത്ത് കൂടുതൽ ചേർത്താൽ അത്രയും നല്ലതാണ്, ടേസ്റ്റാണ്. പിന്നെ ഇച്ചിരി വറ്റൽമുളക്, ഇച്ചിരി കടുക്, പെരിഞ്ജീരകം, കറിവേപ്പില, കാശ്മീരി കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുരുമുളക്, പിന്നെ ഗരം മസാല. ഇനി എന്താണ് ഇനി വേണ്ടത്? വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അത് എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഇത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് വെളുത്തുള്ളി ഇഞ്ചി വറ്റമുളക് അത്ര. ഇത് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂട് കട്ടിയുള്ള പാത്രം, ഉരുളി വേണമെന്നില്ല. അതിലേക്ക് നമ്മളൊരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അങ്ങനെ എന്താണ് കോക്കനട്ട് ഓയിൽ അല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു. അത് തിളയ്ക്കുന്നിടം വരെ നോക്കാം. നമുക്ക് അന്നേരപ്പോഴത്തേന് കണ്ടോ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുന്ന 2 അടി അടിച്ച് കണ്ടോ, വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ തന്നെ നിൽക്കുകയാണ്. കുക്കറിൽ 2 അടി അടിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് അങ്ങ് വെന്ത് കലങ്ങിപ്പോകരുത്. അതിനു വേണ്ടിയാണ് നമ്മളൊരു കണ്ടാലൊരു ഇത് കിട്ടണം, ഒന്നൊന്ന് തൊടാതെ കിടക്കണം. ആദ്യമൊക്കെ നമ്മൾ സ്റ്റൗ കത്തിച്ച് വെച്ചു. എണ്ണ തിളയ്ക്കുന്നിടം വരെ നമുക്ക് നോക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആദ്യം എന്താ നമ്മളിടുന്നത്?
ആ ആദ്യം നമ്മൾ കടുകിട്ടു. ആ കടുക് എന്തിനാണ് ഇടുന്നത്? എണ്ണ തിളച്ചോന്ന് അറിയാനുള്ള ഒരു ഒരു സൂത്രപ്പണി. സൂത്രം. ആ എണ്ണ തിളച്ചു കേട്ടോ, പൊട്ടുന്ന കേട്ടോ. ഇനി നമ്മൾ ഈ തേങ്ങാപ്പത്ത് ആ തേങ്ങാക്കൊത്ത് ഇടുകയാണ്. കടുക് പൊട്ടുമ്പോഴത്തേന് നമ്മളെന്താണ് എങ്ങനെയാ പൊട്ടുന്നത്? ആ എങ്ങനെ കടുക് പൊട്ടുന്നത്? ടപ്പോട്ടപ്പോന്നും പറഞ്ഞ് ചെറുതായിട്ടല്ലേ മാലപ്പടക്കം പൊട്ടുന്ന പോലെ കടുക് പൊട്ടുന്ന ഒച്ച കേട്ടോ. ആ കിട്ടാ പൊട്ടുന്ന ഇംഗ്ലീഷ് മുട്ട. ഇതെന്തുവാ കടുകിന് എന്താ പറയുന്നത്? കിട്ടാ പൊട്ടുന്ന ഇംഗ്ലീഷ്. ആ ഇത് മലയാളം മുട്ടയല്ല, ഇംഗ്ലീഷ് മുട്ടയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് ഇറച്ചിക്കൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അല്ലേ, തേങ്ങാക്കൊത്ത് ചേർത്തു. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് കൂടെ ഇട്ടു. നമ്മൾ ഏകദേശം കണ്ടോ ഇതൊരു മൂപ്പ് വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എന്തോ ആയിട്ടുണ്ട്? ആ കിടക്കട്ടെ അല്ലേ, ഇത്രയും കരിയാപ്പില കിടക്കട്ടെ. കരിയാപ്പില ഒത്തിരി ഇട്ടാൽ പോലും ഇത് പിടിക്കത്തില്ല അല്ലേ. ഇപ്പം നമ്മൾ എണ്ണയ്ക്കകത്ത് എന്തൊക്കെ ഇട്ടു? വെളിച്ചെണ്ണയ്ക്കകത്ത് ആ തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ആ ആ കരിയാപ്പില കടുക് ആദ്യം ഇട്ടല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന ഒരു പൊടിക്കൈയുണ്ട് വെച്ചിട്ട് പെരുംജീരകം, മുഴുവൻ ജീരകം അല്ലേ. ആ മുഴുവൻ ജീരകം ഉണ്ട് അതിൻ്റെ അകത്തിട്ടല്ലേ. പെരുംജീരകം മൂത്ത് വരുമ്പോൾ അതിന് നല്ലൊരു മണമൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ കാണിച്ച ആ വലിയ 2 കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു അല്ലേ. ആ ഇട്ട് കൊടുത്തിട്ട് ആ ഇത് നമ്മൾ എന്താണ് എന്നിട്ട് ആ ഗ്രീൻ പീസിൻ്റെ ആ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി കുറച്ച് വെക്കാം അല്ലേ. ആ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോലീസ് ക്യാമ്പിൽ ഞാൻ പറഞ്ഞത് പോലീസ് ക്യാമ്പിൽ കുക്കായിട്ട് ജോലി ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് പോലീസുകാരുടെ ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ അറിയാം. അതുകൊണ്ട് അവിടെ വെള്ളിയാഴ്ചകൾ സാധാരണ വെള്ളിയാഴ്ചകളിൽ കഞ്ഞിയും കടലയാണ്. പിന്നെ ചില അപൂർവം ചില ദിവസങ്ങളിൽ പോലീസ് സാറുമാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് മെസ് കമ്മിറ്റിയോട് പറയുമ്പോൾ എന്താണ് ചില ദിവസങ്ങളിൽ ഗ്രീൻ പീസ് ആക്കാറുണ്ട്. നമുക്ക് ഗ്രീൻ പീസ് ഒറ്റയ്ക്ക് കറി വെച്ചാൽ ആർക്കും ഒരു താല്പര്യമില്ല അല്ലേ. എന്നാൽ നമ്മൾ സാധാരണ വീട്ടിൽ ഗ്രീൻ പീസ് കറിയൊക്കെ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ അപ്പത്തിനും ഒക്കെ ആയിട്ട് അല്ലേ ഒക്കെയാണ് ഗ്രീൻ പീസ് കറി. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? കഞ്ഞി കുടിക്കാനായിട്ടാണ് അല്ലേ. കഞ്ഞി കുടിക്കാൻ സാധാരണ 4 മണിക്കൊക്കെ പിന്നെ കൂട്ടാം, പിന്നെ അതൊക്കെ കൂട്ടാം. നല്ല മോൻ കൂട്ടിയിട്ടില്ല, ഇന്ന് നമുക്ക് കൂട്ടാം. എന്നിട്ട് ഇത് നമ്മൾ ഏകദേശം കണ്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് മൂത്തു. അതിലേക്ക് നമ്മൾ അല്പം ഇതിന് എരിവെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളകും കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പം മാത്രം മുളക് പൊടി ആവശ്യമുണ്ട് ചേർത്താൽ മതി. പച്ചമുളകിന് ഒരു സ്പൂണ് ഞാനൊരു ഇട്ടേക്കാണ്, കുഞ്ഞു സ്പൂണ് ഐസ്ക്രീം സ്പൂണിന്. അതിലേക്ക് ഇനി ഉണ്ടല്ല ആ മുളക് പൊടി കൂടുതൽ ചേർത്താൽ അതിൻ്റെ നിറം മാറിപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ മീറ്റ് മസാല, അത് ഏതെങ്കിലും ഒരു മീറ്റ് മസാല ഒരല്പം ചേർക്കുക. പിന്നെ അപ്പം അതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് ഇളക്കിയിട്ട് എന്നെ എടുക്കണം പോലെ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് ഇടണം. ആ വെള്ളം എല്ലാം കൂടെ കൂട്ടി ഈ വെള്ളം എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് ഇടുക. അന്നേരം എന്തൊരു ഒച്ച കേൾക്കും അല്ലേ. ചീന്നൊരു ഒച്ച കേൾക്കും അല്ലേ. നമ്മൾ ചൂടൊക്കെ ഇങ്ങനെ എന്നിട്ട് നമുക്ക് പിന്നെ ഇത് കുക്കർ വേവിച്ചുകൊണ്ട് നല്ല സൂപ്പറായിട്ട് കണ്ടോ. ഗ്രീൻ പീസ് നമ്മൾ സാധാരണയായിട്ട് ഒത്തിരി ഒന്നും അടിക്കല്ല, ഒരു 2 പറ്റിയിട്ടുണ്ട്. എന്താണ് ഒരു 2 അല്ലെ 3 പീസിൽ അടിച്ചാൽ പള്ളിക്കുടുത്തി പോകാതിരിക്കാനുള്ള അടവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇനി എന്താണ് ഇച്ചിരി ഗരം മസാല. ഈ മസാലക്കകത്ത് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈ വെള്ളവും നല്ല വേണം വരുന്നത്. ഇനി ഇതിൽ
ഒരു ഇച്ചിരി എന്തിടണം, നമുക്ക് ഇച്ചിരി ഗരം മസാല. ഗരം മസാല ഇട്ട് ഏലക്കാപ്പൊടി, ഏലക്കായ, ഇച്ചിരി കുരുമുളക് കേട്ടോ. ഇതിൻ്റെ എരിവാണ്. ഇഞ്ചി അല്ല ഏലക്കാപ്പൊടി ഇല്ല. ഗരം മസാല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പെരിഞ്ജീരകം, കറുവാപ്പട്ട, ജാതിപത്രി, തക്കോലം, പിന്നെന്താണ് ഏലക്ക എല്ലാം കൂടി ഇട്ട് അല്ലേ, ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ട്, ഗ്രാമ്പു. ചിക്കൻ ഇടും, ഇറച്ചിക്കല്ല ഇടും. പിന്നെ ഒരു സന്തോഷ വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കാം. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമൊക്കെ ആയുള്ളൂ. പക്ഷേ ഇപ്പം റെഡിയാവും. അപ്പം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ കാലത്താണ് ഞാൻ പെട്ടെന്നൊരു 4 ദിവസം ആയപ്പോഴത്തേന് ഈ ക്യാമ്പിൽ നമ്മുടെ സാറന്മാരൊക്കെ പല ആളുകളൊന്ന് വിളിച്ച് പറഞ്ഞു നമുക്കിതൊന്ന് ഈ കഞ്ഞിയും കടലയും ഒന്ന് ഇടണം. അപ്പം ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് അതിട്ടത് ഒറ്റ ദിവസം കൊണ്ട് ഇത് നമുക്ക് ഒരു അവിടെ ഉണ്ട് പോലെ. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കണ്ടോ നല്ല സൂപ്പർ സാധനം അല്ലേ. എന്നിട്ട് അതൊറ്റ ദിവസം കൊണ്ട് നമുക്ക് 5000 പേര് പെട്ടെന്ന് കണ്ടു. അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായിട്ടാണ് ഞാൻ ഈ കഞ്ഞി ഗ്രീൻ പീസ് തന്നെ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇതൊരു 10 മിനിറ്റെങ്കിലും ആ വെള്ളം പറ്റി നല്ല ഉണങ്ങിയിരിക്കണം. അങ്ങനെ ഇതിന് ഗ്രേവി ഒട്ടും വെള്ളമാകരുത്. നല്ല അതാ ഇങ്ങനെ ചുമലല്ല വെള്ളം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വലിയൊരു തക്കാളി പഴുത്ത നല്ലതായിട്ട് ചേർക്കണം. അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ തക്കാളിയുടെ ഒരു ചെറിയ തക്കാളിപ്പഴം, അതിൻ്റെ ചെറിയൊരു മധുരവും അല്ലേ, ഒക്കെ പുളി എല്ലാം കൂടെ ചെറുതായിട്ട് കിട്ടിട്ടെന്നും കണ്ടാണ് ഇത് നമുക്കിങ്ങനെ ഇളക്കി ഉപ്പ് നോക്കാം കൊണ്ടുവന്നു കേട്ടോ. നല്ല പെരളനല്ലേ, നമ്മൾ ഇറച്ചിക്കറി പോലെ പെരണ്ടിരിക്കുകയാണ് അല്ലേ. ഇറച്ചിയുടെ മണം ഒരല്പം നീ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ഉപ്പിടുകയാണ്. അങ്ങനെയാണ് നമുക്ക് കേട്ടോ പെരണ്ട നല്ല സൂപ്പർ. ഇത് നമുക്ക് ക്യാമ്പിലുണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സാധാരണ വീടുകളിൽ ഇതുപോലെ ഗ്രീൻ പീസ് കറിയൊന്നും കൂട്ടി കഞ്ഞി കുടിക്കുന്ന ഒരു പ്രസ്ഥാനമില്ല അല്ലേ. വെള്ളമൊക്കെ പറ്റിയിരിപ്പുണ്ട്. ഇതിൻ്റെ അവസാനം ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി അവസാനം നമ്മളിത് അവസാനിപ്പിക്കുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് അല്പം എന്താണ് കരിയാപ്പില, പിന്നെ നമുക്ക് നോക്കാം 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. എന്നെ വിശക്കാനൊക്കെ തുടങ്ങിയല്ലേ, നമുക്ക് കഞ്ഞി കുടിക്കണം. അതിനുവേണ്ടി നമ്മളിത് നിർത്തുക. അയ്യോ പിന്നെ കൂട്ടാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ഒരു ഇച്ചിരി ഇതിൽ തകർത്തേക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പോലീസ് അങ്കിൾമാർക്ക് കുടിക്കാനുള്ള പരുവത്തിൽ നമ്മളൊരു പ്ലേറ്റിനകത്ത് വിളമ്പി കാണിച്ചു കൊടുക്കാം അല്ലേ. നമ്മളും കുടിക്കും അവരും കുടിക്കും അല്ലേ, എല്ലാവരും കുടിക്കും. നമുക്ക് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ അടുത്ത ഒരു കഞ്ഞി എല്ലാ ഐറ്റവും കൂടെ നമ്മളിപ്പോൾ കാണിക്കുന്നു. റെഡിയായിട്ടുണ്ട്, ഗ്രീൻ പീസ് റെഡിയായിട്ടുണ്ട്. പിന്നെന്തുണ്ട്? പിന്നെ സബോള ചമ്മന്തി, ചാച്ചി സൂപ്പർ കഞ്ഞി. നമ്മുടെ പോലീസുകാർക്കൊക്കെ സാർമാർക്ക് എന്താണ് പെട്ടെന്ന് കറി തീർന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ചമ്മന്തി ഉണ്ട്. ഏതാണ് നമ്മൾ എന്തൊക്കെയാണ് സവോളയും തക്കാളിയും പുളിയും മുളക് പൊടി വെളിച്ചെണ്ണ. അതിന് എനിക്ക് പറയുന്ന എനിക്കറിയാം സബോള ചമ്മന്തി. ഇനി ഇത് ഈ കഞ്ഞി കണ്ടാൽ മാത്രം പോരാ കേട്ടോ, എല്ലാവരും ഇത് കുടിച്ചു നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയണം, ഇതിൻ്റെ കമൻറ്റുകൾ പറയണം. പിന്നെ മണി കിണിന്ന് അടിക്കണം. പിന്നെ ബെല്ല. എന്നിട്ട്
ഇത് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളെ അതുപോലെ എൻ്റെ സബ്സ്ക്രൈബർമാരല്ലേ, നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബർമാർ നമ്മുടെ സഹോദരന്മാരാണല്ലേ, സഹോദരന്മാരാണ്. അവരുടെ പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ചാനൽ നിലനിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് എല്ലാവരും നിശ്ചയമായിട്ടും ഇത് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. മറ്റൊരു വിഭവമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ദീപാവലി ആശംസിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞേ. കണ്ടോ, നമ്മുടെ പരീക്ഷണ ആളാണ്. ഇങ്ങനെയുണ്ട് പോനെ. അയ്യോ പറഞ്ഞേ. അയ്യോ നല്ല ടേസ്റ്റാ അല്ലേ. നേരത്തെ വെക്കണ്ടായിരുന്നല്ലേ. എല്ലാ അങ്കിളുമാരും ആൻറ്റിമാരും പറ ട്രൈ ചെയ്തും നോക്കണം.